ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ ഒരിക്കൽ ഒരു മാല കാണാണ്ടായി. അപ്പോൾ അവിടുത്തെ ആ മേൽശാന്തി എന്തായാലും അത് കഴിഞ്ഞ് പിന്നെ ആൾ കിണർ വരുന്നപ്പോൾ ആ മാല അമ്പലത്തേക്ക് ഒരു ശാപം തീർച്ചയായിട്ടും വരും. അതൊക്കെ പക്ഷെ എനിക്ക് വിഷമമുണ്ടായിരുന്നു. ആ വിഷമങ്ങൾ ശാപമായി മാറും, തീർച്ചയായിട്ടും മാറും. 40, 40, 48 വയസ്സായിട്ട് വിവാഹം നടന്നിട്ടില്ല, എല്ലാം ഉണ്ട്, നടന്നിട്ടില്ല. എന്തുകൊണ്ട്? അപ്പം നമ്മൾ നോക്കുമ്പോൾ എണനാഗത്തിന് ശാപമായി. പിന്നെ ദുർമതി പ്രേതം ബാധിക്കുക. അപ്പോൾ നുണയൊന്നുമില്ല, സത്യമായ കാര്യങ്ങളാണ്. ഒരാളെ കൊല്ലാന്ന് പറഞ്ഞ സങ്കടമല്ലേ. ആർക്കും മരിക്കാൻ ആഗ്രഹമില്ല. എത്ര 100 വയസ്സായാലും മരിക്കേണ്ട ആൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആളെ കൊല്ലാന്ന് പറയുമ്പോൾ എന്തോരം വിഷമിച്ചായിരിക്കും വെച്ചാൽ സ്ത്രീ ശാപം, പുരുഷ ശാപം, ബ്രാഹ്മണ ശാപം, ദൈവശാപം. നമസ്കാരം, അബാക് മീഡിയയിലേക്ക് സ്വാഗതം. അബാക് മീഡിയയിൽ ഇന്ന് അതിഥി പ്രശസ്ത ജ്യോതിശാസ്ത്ര വിദഗ്ധ ഡോക്ടർ രാജലക്ഷ്മി അമ്മയാണ്. അമ്മയെ നമസ്കാരം. നമസ്കാരം. എന്തുണ്ടമ്മ വിശേഷം? നമ്മൾ എനിക്ക് തോന്നുന്നു സ്പിരിച്വൽ കോൺക്ലേവ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ആദ്യമായിട്ടാണ് കാണുന്നത്. കാലാവസ്ഥയൊക്കെ മോശമാണ്, ശബ്ദത്തിന് എന്താ പ്രശ്നമുണ്ടോ? അതെ, ഇപ്പോഴത്തെ കാലാവസ്ഥ വളരെ മോശമാണ്. അമ്മ ഞാൻ ചോദിക്കട്ടെ, ഈ 1-2 പേര് എന്നോട് പറഞ്ഞ അനുഭവങ്ങളിൽ നിന്ന് ചോദിക്കുകയാണ്. ചിലർ പറയും ആ സ്ത്രീയുടെ ശാപമാണ് ഇയാളുടെ ജീവിതം ഇങ്ങനെ ആകാൻ കാരണം. ഈ സ്ത്രീ ശാപം, പുരുഷ ശാപം, ചിലർ മൃഗശാപം എന്നൊക്കെ പറയും. ഇങ്ങനെ ഈ ശാപങ്ങളൊക്കെ ഭരിക്കൂ? ശാപങ്ങൾ ഒരുപാടുണ്ട്. സ്ത്രീ ശാപം, പുരുഷ ശാപം, ബ്രാഹ്മണ ശാപം, ദൈവശാപം, അതേപോലെ ടീച്ചേഴ്സ്. ഇപ്പോൾ നമ്മൾ ഗുരുശാപം, നമ്മളിപ്പോൾ ടീച്ചർമാരിപ്പോൾ നമ്മൾ അറിയില്ല, പക്ഷെ നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ടീച്ചർ നമ്മളെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ടീച്ചർ മനസ്സ് വരുമ്പോൾ അത് ശാപമായിട്ട് വരും. അപ്പം നമ്മൾ നടക്കുമ്പോൾ നോക്കുമ്പോൾ ടീച്ചർമാരൊക്കെ ഉണ്ടോ നോക്കിയിട്ടോളം പോകാനായിട്ട്. പഴയ കാലത്ത് ടീച്ചർമാരെ കണ്ടു കഴിഞ്ഞാൽ കുട്ടികൾ മുണ്ടെടുക്കാനും മുടിക്കുത്ത് അഴിച്ചിടുന്നത്. ഇപ്പം അതൊന്നുമില്ല. എന്നാലും ഗുരു തന്നെയാണ്, എപ്പോഴും ഗുരു തന്നെ. ഗുരുശാപം ഭയങ്കരമാണ്. ഗുരുശാപം ഗുരുത്വമില്ലായ്മ എന്ന് പറയും. എന്തൊക്കെ ഉണ്ടെങ്കിലും ഗുരുത്വം ഇല്ലെങ്കിൽ പ്രശ്നമായി. 3 അക്ഷരം മതി എന്ന് പറയും. ഗുരുത്വം എന്ന് പറഞ്ഞാൽ ഗുരുവിൻ്റെ അനുഗ്രഹം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ശാപങ്ങൾ പലതരത്തിലുണ്ട്. ഇപ്പം നമ്മളൊരു ജാതകം നോക്കുമ്പോൾ അയാൾക്ക് എല്ലാ ഗുണമുണ്ട്, പക്ഷെ ജോലിയില്ല. റാങ്ക് ഹോൾഡറാണ്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. റാങ്ക് ഹോൾഡറാണ്, വിവാഹം നടന്നിട്ടില്ല, ജോലിയും കിട്ടിയിട്ടില്ല. എന്താ കാരണം? ചോദ്യമായിരിക്കും. ഇപ്പം വിദേശത്തൊക്കെ പോയി പഠിച്ചായിരിക്കും, ജർമ്മനി ലക്ഷങ്ങൾ മുടക്കി 35 ലക്ഷം കൊടുത്ത് പഠിച്ചു വന്നാ ജോലിയില്ല, വീട്ടിലിരിക്കുക. എന്താ കാരണം? നോക്കുമ്പോൾ എന്തായിരിക്കും? ശാപം ഉണ്ടാവും. ചിലപ്പോൾ ബ്രാഹ്മണ സ്ത്രീയുടെ ശാപമായിരിക്കാം, പൂർവികമായിട്ട് വന്നതായിരിക്കും. ചിലപ്പോൾ അമ്മയുടെ വീട്ടിൽ നിന്ന് വലിയ റിച്ചൊക്കെ ആയിരിക്കും, വല്ല ബ്രാഹ്മണരുടെ ആശ്രിതമായിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് ശമ്പളം കൊടുത്തില്ല, അവർ ശപിക്കും, മനസ്സിൽ ശപിക്കും. അത് വലിയ ശാപം തന്നെയാണത്. അത് മാറ്റാനുള്ള മാർഗ്ഗമൊക്കെ ഉണ്ട്. മാറ്റാൻ ഒരുപാട് പൈസ വേണം, എന്നാലും മാറ്റാനുള്ള മാർഗ്ഗങ്ങളുണ്ട് ഇഷ്ടംപോലെ. അതുപോലെ തന്നെ സ്ത്രീ ശാപം. ഇപ്പം ഈ പിന്നെ നാഗശാപം, ഇണനാഗങ്ങളെ കൊന്ന ഭയങ്കര ശാപമാണ് നാഗശാപം. ഇണനാഗങ്ങളെ കൊന്നിട്ടുണ്ടാവും. അപ്പം നമുക്ക് ജാതകം നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇണനാഗങ്ങളെ കൊന്നിട്ടുണ്ടോ. ഇണനാഗങ്ങളെ കൊന്നവർക്ക് ഒരിക്കലും ദാമ്പത്യം ഉണ്ടാവില്ല. ജോലിയൊക്കെ ഉണ്ടാവും, ധനമൊക്കെ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും, കാണാനും മിടുക്കരൊക്കെ ആയിരിക്കും, പക്ഷെ ദാമ്പത്യം ഉണ്ടാവില്ല. 10, 40, 48 വയസ്സായിട്ട് വിവാഹം നടന്നിട്ടില്ല, എല്ലാം ഉണ്ട്, പക്ഷെ നടന്നിട്ടില്ല. എന്തുകൊണ്ട്? അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇണനാഗത്തിന് ശാപമായിരിക്കും. പിന്നെ ദുർമതി പ്രേതം ബാധിക്കുക. അപ്പോൾ നുണയൊന്നുമില്ല, സത്യമായ കാര്യങ്ങളാണ്. ദുർമതി പ്രേതം എന്ന് പറഞ്ഞാൽ ഇപ്പം കുടുംബത്തിൽ ആരെങ്കിലും വെള്ളത്തിൽ വീട് മരിക്കുക, അബോഷനാക്കുക, അതൊക്കെ ഭയങ്കര ശാപമാണത്. അത് അടുത്തുള്ള കുട്ടിക്ക് ദോഷങ്ങളും അമ്മയ്ക്കും ദോഷമായിട്ട് വരും. ഇനിയിപ്പോൾ ഈ ജന്മത്തിൽ വേറെ കുട്ടികളില്ലെങ്കിൽ അടുത്ത ജനറേഷനിൽ വരും ദോഷമായിട്ടും. 7 തലമുറ എന്ന് കാരണവന്മാർ പറഞ്ഞ സത്യമാണത്. അത് ഏതെങ്കിലും ഒരു തലമുറയിൽ എന്താ ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വീട് വയ്ക്കുന്നത് വല്ല ശ്മശാന ഭൂമിയായിരിക്കാം, അല്ലെങ്കിൽ വല്ല ആരെങ്കിലും കൊന്നിട്ടുണ്ടാവും, നമുക്കറിയില്ലല്ലോ. അപ്പം നമ്മൾ സ്ഥലം മേടിച്ചു, അപ്പോൾ വാസ്തുവിൻ്റെ ആൾക്കാരോട്ട് നല്ല സ്ഥലമാണ്, അങ്ങനെ മണ്ണൊക്കെ എടുത്ത് വളർത്തുന്നതൊക്കെ അറിയാൻ പറ്റും, നല്ല സ്ഥലമാണെന്നൊക്കെ പറഞ്ഞ് വീടൊക്കെ വയ്ക്കും. വീട് വെച്ച് കഴിഞ്ഞാൽ എന്താ, അവർക്ക് കിടക്കപ്പുറതിയില്ല, അവിടെ നശിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താ? ഈ ശാപമാണത്. ഒരാളെ കൊല്ലാന്ന് പറഞ്ഞ സങ്കടമല്ലേ. ആർക്കും മരിക്കാൻ ആഗ്രഹമില്ല. എത്ര 100 വയസ്സായാലും മരിക്കേണ്ട ആൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ആളെ കൊല്ലാന്ന് പറയുമ്പോൾ എന്തോരം വിഷമിച്ചായിരിക്കും മരിച്ചത്. അപ്പം ഇങ്ങനെയുള്ള ഈ ദോഷങ്ങളൊക്കെ നമുക്ക് ധാരാളം കാണുന്നുണ്ട് ഇപ്പോൾ, കൂടുതലത്. ഈ ചില ആളുകൾ പറയും അറിയാതെ കിട്ടുന്ന ശാപം. അതായത് ഞാൻ പറയാം, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു, സ്നേഹബന്ധത്തിലായിരുന്നു. പക്ഷേ 2 പേരുടെയും തെറ്റുകൊണ്ടൊന്നുമല്ല, അത് ബ്രേക്കപ്പ് ആവേണ്ടി പോകേണ്ടി. ഇവർ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഒക്കെ ഉണ്ടായതിനു ശേഷം ബ്രേക്കപ്പായി വേറെ ജീവിതത്തിലേക്കൊക്കെ പോകും. പക്ഷേ ചില സാഹചര്യങ്ങളിൽ
ഈ പെൺകുട്ടിയുടെ മനസ്സ് നൊന്നിട്ടുണ്ടാകും, നന്നായി നൊന്നിട്ടുണ്ടാകും, ചതിക്കപ്പെട്ടു എന്ന തോന്നലുണ്ടായിട്ടുണ്ടാകും. പക്ഷെ അവള് അയാൾക്ക് മോശമായിട്ടൊന്നും സംഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്നുണ്ടാകും. പക്ഷെ അയാളുടെ ജീവിതത്തിൽ ഇപ്പം ഞാൻ കേട്ടൊരു കഥയാണ്, അയാളുടെ ജീവിതത്തിൽ പിന്നീട് അങ്ങോട്ട് ഭയങ്കര പ്രശ്നങ്ങൾ, കല്യാണമൊക്കെ കഴിഞ്ഞെങ്കിൽ പോലും കുട്ടികളില്ല, പിന്നെ ദാമ്പത്യത്തിൽ പല പ്രശ്നങ്ങൾ, ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ. അങ്ങനെ അയാൾ ഒരാളുടെ അടുത്ത് പോയി പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ പറഞ്ഞ് ഒരു സ്ത്രീയുടെ ശാപം നിങ്ങൾക്കുണ്ട്. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞ് അങ്ങനെ ഒരു സ്ത്രീയുടെ ശാപം കിട്ടാൻ വഴിയില്ല, അല്ല അത് നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളുടെ ശാപമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇയാൾ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് കുറേ വർഷങ്ങൾക്ക് ശേഷം ഇയാൾ ഈ ആദ്യ കാമുകിയുടെ നമ്പരൊക്കെ കണ്ടുപിടിച്ച് അത് വേറെ സ്ഥലങ്ങളിലാണ് ആളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ നിന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി. ഞാൻ ഒരിക്കലും അങ്ങനെ ശവിച്ചിട്ടില്ല, പ്രാഗിയിട്ടില്ല, പക്ഷെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. ആ വിഷമങ്ങൾ ശാപമായി മാറും, തീർച്ചയായിട്ടും മാറും. കാരണം നമ്മൾ ഒരു അടി അടിച്ചാൽ തീർന്നു, പക്ഷെ നമ്മുടെ മനസ്സിൽ വിഷമിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര. അപ്പം നമ്മൾ ദൈവത്തെ വിളിക്കുക, എൻ്റെ ഭഗവാനെ എനിക്കിങ്ങനെ സംഭവിച്ചല്ലോ. അപ്പം ആര് കേൾക്കും? പ്രപഞ്ചം കേൾക്കും, ഭഗവാൻ കേൾക്കും. കേട്ട് കഴിഞ്ഞാൽ അത് ശാപമായിട്ട് വരും. അത് തീർച്ചയായിട്ടും ഉണ്ട്, ശാപമുണ്ട്. അല്ല അതുകൊണ്ട് കുട്ടികളുടെ ശാപം ഉണ്ടാവും. കൊച്ചു കുട്ടികൾ, കുഞ്ഞു കുട്ടികൾക്ക് ഇപ്പോൾ അവർക്കൊരു ആവശ്യമുണ്ട്, അവർ വിശന്നു, ഇപ്പം അമ്മിഞ്ഞപ്പാൽ കൊടുക്കാത്ത ആൾക്കാരുണ്ട്, അതൊക്കെ ശാപമാണ്. ബാലശാപം വരും അതിനൊക്കെ. ബാലശാപം ഭയങ്കര ശാപമാണ്. പിന്നെ അതുപോലെ കുട്ടികൾക്ക് ഈ ഭഗവാൻ കൊണ്ടുവന്ന് പഴം തന്നെ കൊണ്ടുവച്ചു ഒരു കൊച്ചുകുട്ടി, എനിക്കവിടെ താട്ടേന്ന് പറഞ്ഞാൽ കൊടുക്കണം, ഒരു തെറ്റുമില്ല, കൊടുത്തില്ലെങ്കിൽ ശാപമായിട്ട് വരും. അല്ല കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട്, എനിക്കൊന്ന് ഗംഗാ ആരതിയിലൊക്കെ നടത്തുള്ളൂ, ഒരു വലിയ ക്യാനിൽ പാല് കൊണ്ടുവന്ന് ഇങ്ങനെ ഗംഗയിൽ ഒഴുക്കുക. അപ്പൊ കുറെ കുട്ടികൾ സ്ട്രീറ്റിലെ കുട്ടികളെ പാത്രങ്ങൾ കൊണ്ടിട്ട് ഇത് പിടിക്കാൻ നിൽക്കും, ഇവർ കൊടുക്കുന്നില്ല, ഇവർ തട്ടി മാറ്റിയിട്ട് ഇത് ഗംഗയിൽ ഒഴിച്ച് കളയുക. കൊടുക്കണം കുട്ടികൾക്ക്, കാരണം അവരുടെ ബാലശാപം അവർക്ക് ഏറ്റിട്ടുണ്ടാവും, തലമുറകളോളം ഒരു ശാപമായിട്ട്. ബാലശാപം മനസ്സ് നൊന്താ മതി, മനസ്സൊന്നാ മതി. അത് വെറുതെ മനസ്സ് പോകില്ല ഒരാളുടെ. വിഷമം വന്നാലേ മനസ്സ് തുറന്നു. അത്രത്തോളം തീവ്രമായ വിഷമം വരുമ്പോഴേ മനസ്സ് നോക്കുള്ളൂ. ഞാൻ വേറെ ചോട്ടെ, ഇപ്പൊ ഞാൻ ഈ ബ്രാഹ്മണ ശാപത്തെ പറ്റി പറഞ്ഞു. തന്ത്രിയെ ഒരു കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ തന്ത്രി ഒരുപാട് പേര് ചീത്ത വിളിക്കുന്നു, കുറ്റം പറയുന്നു, അയാളെ അറസ്റ്റ് ചെയ്യുന്നു, ചെയ്യുന്നു. അപ്പൊ അയാളുടെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. അല്ല ഉദാഹരണം പറയുന്നത്, ഇപ്പൊ ഒരു ബ്രാഹ്മണൻ ഒരു തെറ്റ് ചെയ്തു, അപ്പൊ അയാൾക്കെതിരെ നിലപാടെടുക്കുന്നത്, അയാളെ പിടിച്ചോളൂ, അതൊക്കെ ബ്രാഹ്മണ ശാപവും ഇല്ല, ആവില്ല. നിരപരാധികളെ കുറ്റം ചെയ്യാത്തവരെ ചെയ്താലേ പാപമുള്ളൂ. ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ ഒരിക്കൽ ഒരു മാല കാണാണ്ടായി. അപ്പൊ അവിടുത്തെ ആ മേൽശാന്തിയെ കർണാടകയുടെ കാലത്ത് എന്നാന്ന് ഓർക്കണില്ല ഉണ്ടായി. അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ എന്ത് സംഭവിച്ചു പറഞ്ഞാൽ മരിച്ചോ എന്തോ എനിക്കറിയില്ല. എന്തായാലും അത് കഴിഞ്ഞപ്പോൾ ഇന്നാൾ കിണർ വരച്ചപ്പോൾ ആ വാല കിട്ടും ആയിരിക്കും. ശാപം അമ്പലത്തേക്ക് വരും, ശാപം തീർച്ചയായിട്ടും വരും. അതൊക്കെ ശാപമാണ്. പക്ഷെ മനസ്സറിയാതെ വേദന തെറ്റ് ചെയ്തവർക്കൊന്നും ഒരു ശാപം വരില്ല. അവർ തെറ്റ് ചെയ്ത ഒരു കുറ്റമില്ല. ഒരു സ്ത്രീയെ സ്നേഹിച്ചു, അവൾ മോശമായ സ്വഭാവമാണെങ്കിൽ ഒരു ശാപവും വരില്ല, അതൊന്നും വരില്ല. ഞാനിത് പറയാൻ കാര്യം എന്താ അറിയോ, ഞാൻ പണ്ട് നമ്മൾ 8-9 വർഷക്കാലം ഒരു ആ ക്ഷേത്രത്തിന്റെ ഉപദേശക സമിതിയിലുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം അപ്പോൾ ആ മെമ്പറായിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ എന്തോ ആവശ്യങ്ങളായിട്ട് കുറച്ച് നാൾ അവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വന്നു നാട്ടിൽ നിന്ന്. എന്നിട്ട് ഞാൻ തിരിച്ചു വന്നിട്ട് ക്ഷേത്രത്തിൽ തൊഴാൻ ചെല്ലുക. അപ്പോൾ അവിടുത്തെ മേൽശാന്തിക്ക് പകരക്കാരനായിട്ട് ഒരു ശാന്തി അവിടെ നിൽക്കുക. ഒരു മലയാള മാസം 1-ാം തീയതി. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ചെന്നിട്ട് ഞാൻ സ്വാഭാവികമായിട്ടും അമ്പലത്തിൽ പോകുമ്പോൾ എൻ്റെ കയ്യിലുള്ളൊരു പങ്ക് ഭഗവാൻ എന്തെങ്കിലും ഒന്ന് വാങ്ങുകയും ചെയ്യും, ബാക്കി ഒന്ന് ദക്ഷിണയായിട്ട് നമ്മൾ കൊടുക്കുകയും ചെയ്യും. അപ്പം ഞാനൊരു 100 രൂപ 1-ാം തീയതിയാണ്. അപ്പം ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ, ഞാൻ എല്ലാ 1-ാം തീയതി അവിടെ ചെല്ലുമ്പോൾ ശാന്തി മേൽശാന്തി ആയാലും കീഴൂട്ട് ശാന്തി ആയാലും അവർ തിരിച്ച് അകത്തുനിന്ന് 1 രൂപയോ തരും. അത് നമ്മുടെ വിശ്വാസമാണ്, അവിടെ നിന്ന് വാങ്ങിയാൽ നമുക്ക് നേടാൻ പറ്റുമെന്നുള്ളത്. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് 100 രൂപ കൊടുത്തിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു സ്പൂണിൽ ഒരു ചന്ദനം കോരി കയ്യിലിട്ട് തന്നു. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായി. ഇലയും തന്നില്ല. ഇലയെ തരുന്ന നല്ല വർഷം. ദൈവമേ, ഭഗവാന്റെ അടുത്തുനിന്ന് 1 രൂപ കിട്ടിയില്ലല്ലോ. അങ്ങനെ എല്ലായിടത്തും കൊടുക്കോ? നമുക്ക് കിട്ടും, ഇവിടെ ഒന്നും കൊടുക്കാറില്ല. അല്ല ഇവിടെയും കിട്ടാറുണ്ട്. ഞാൻ 1-ാം തീയതി ഇവിടെ പല ക്ഷേത്രങ്ങളിലും പോകുമ്പോൾ എനിക്കത് കിട്ടാറുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും അല്ല ഞാനിത് അല്ല അത് നമ്മളിപ്പോ ഞാൻ പറയാം, ഞാനിപ്പോ ചോറ്റാനിക്കരയിൽ പോവാണ്, അല്ല ചോറ്റാനിക്കര അല്ലെങ്കിൽ മലയാളപ്പുഴയിൽ പോവാണെന്ന് വെച്ചോ. ആദ്യമൊക്കെ നമ്മൾ പോകുമ്പോൾ അവിടെ ചെന്ന് തൊഴുതിട്ട് പോരാണ്. ഇപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ ഞാൻ ശിരോവാദം മാല വാങ്ങും. ശിരോവാദം മാല വാങ്ങി അവിടെ കൊടുക്കുമ്പോൾ തന്നെ ഇപ്പൊ എല്ലാ ദിവസവും ഞാൻ ചെല്ലുമ്പോൾ അത് ചെയ്യുന്ന ആളായതുകൊണ്ട്, ചെല്ലുമ്പോഴൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് ശാന്തി നമ്മളെ നോക്കി വെച്ചിട്ട് നമുക്ക് പ്രസാദം അവിടുത്തെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പ്രസാദം തരും. ഇപ്പം ചോറ്റാനിക്കരയിൽ കീഴോട്ട് താഴെ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മളത് കൊടുത്തു കഴിയുമ്പോൾ അവരകത്തുനിന്ന് പ്രസാദ ശർക്കര അങ്ങനെയുള്ള 1-ാം തീയതികളിൽ തരും. അത് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ പോയാലും കിട്ടും. ഞാൻ പോകുന്ന ക്ഷേത്രങ്ങളിലൊക്കെ സ്ഥിരമായി ചെല്ലുന്ന ആളുകളെ അവർക്ക് അറിയാമല്ലോ, അതുകൊണ്ടായിരിക്കും. ഗുരുവായൂർ 15 വർഷം പോയി, എനിക്കൊന്നും പൈസ തന്നിട്ടില്ല. നമ്മുടെ ക്ഷേത്രത്തിൽ പോയാൽ അത് ഇപ്പൊ താഴെ മുടിപ്പുരയുണ്ട്. മുടിപ്പുരയിലാണെങ്കിൽ അവിടെ പ്രതിവേട്ടനാണ് പൂജാരി, നമ്മുടെ സ്വന്തം ചേട്ടനാണ്. അല്ല ഇതൊക്കെ നമ്മുടെ ക്ഷേത്രങ്ങളാണല്ലോ, നമ്മൾ സ്ഥിരമായി പോകുന്ന ക്ഷേത്രങ്ങളാണല്ലോ. അപ്പൊ മുടിപ്പുരയിൽ ചെല്ലുമ്പോൾ നമ്മൾ അദ്ദേഹത്തിന് കൈ കൊടുത്താലും കൊടുത്തില്ലേലും അദ്ദേഹം ഒരു തൂശനിലയിൽ ഒരു 10 രൂപയുടെ നാണയം വെച്ചിട്ട് നമുക്ക് തരും. അപ്പൊ ഞാൻ അന്ന് അവിടെ ചെല്ലുമ്പോൾ എന്റെ മനസ്സ് ഭയങ്കര സങ്കടം, ദൈവമേ. അപ്പൊ ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ഇങ്ങനെ ആയിരിക്കും.
അപ്പോൾ അതിൽ സങ്കടമില്ലല്ലോ. ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നമുക്കറിയാവുന്നൊരു ആള് അകത്തേക്ക് കയറി വരിക. അപ്പം അദ്ദേഹം തലമുതിർന്ന ഒരാളാണ്, അച്ഛൻ്റെ സുഹൃത്താണ്. അപ്പം ഞാൻ അകത്തേക്ക് വരും, ഞാൻ ചുമ്മാതെ പുറകെ വീണ്ടും കയറിയിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നു. എനിക്ക് തന്ന പോലെ ആണോ ഇവിടെയും കൊടുക്കുന്നതെന്ന് അറിയണമല്ലോ. എനിക്ക് വേറെ വിഷമം, എനിക്ക് വേറെ 1-ാം തീയതിയാണ്, എൻ്റെ ഒരു വിശ്വാസമാണല്ലോ നഷ്ടപ്പെടുന്നത്. അപ്പോൾ പുള്ളിയെ കണ്ടപ്പോഴേ തന്നെ ഇദ്ദേഹം അകത്തേക്ക് പോയി ഒരു ഇലയിൽ പ്രസാദമൊക്കെ എടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു. അദ്ദേഹം 10-20 രൂപ ദക്ഷിണ കൊടുത്തു പോയി. അപ്പോൾ അദ്ദേഹത്തിന് എന്തിനു കൊടുത്തു എന്ന് ചോദിച്ചാൽ അദ്ദേഹം എന്നോട് പിണങ്ങും. അപ്പോൾ ഞാൻ അവിടെ കുറേ നേരം കൂടെ കാത്തിരുന്നപ്പോൾ നമ്മുടെ വേറൊരു ചേട്ടൻ, നമുക്ക് പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരാൾ വന്നു. പുള്ളിയും 10 രൂപ ദക്ഷിണ വെക്കുന്നു, പുള്ളിക്കും ഇലയിൽ നാണയമൊക്കെ വെച്ച് കൊടുക്കുന്നു. അപ്പോൾ എനിക്കതങ്ങ് കൊണ്ടു. അപ്പോൾ ഞാൻ പുള്ളിയെ കൊണ്ടിരുന്നു, ശാന്തി ഇങ്ങോട്ട് ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ശ്രീകോലിൻ്റെ പുറകിലേക്ക് മാറ്റിയിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ക്ഷേത്രത്തിൽ വരുന്നവർക്ക് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ചെയ്യണം. 1-ാം തീയതിയാണ്. അതെന്താ? ഞാൻ പറഞ്ഞു, ചേട്ടാ അവരൊക്കെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ദക്ഷിണ തന്നു 10 രൂപ 20 രൂപ, ഞാൻ 100 രൂപയാണ് തന്നത്, ഞാൻ ഭഗവാന് സമർപ്പിച്ചതാണ്. പക്ഷേ എൻ്റെ മനസ്സ് വിഷമിപ്പിച്ചു. അത് പ്രസാദം കൊടുക്കുന്ന രീതിയിൽ കൊടുക്കണം, ഞങ്ങൾ മനസ്സമാധാനത്തിനും ഇതിനു വേണ്ടിയിട്ട്. അപ്പോൾ ഉടനെ അവിടെ ജീവനക്കാരെല്ലാം നമുക്കറിയാം. അപ്പോൾ അവിടുത്തെ വാച്ചർ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, അയ്യോ ശാന്തി രോഹിത് ഉപദേശ സമിതി അംഗമാണ്. അതൊന്നും വേണ്ട, ആ പ്രിവിലേജ് ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് ഒരു സാധാരണ ഭക്തനെ പോലെ ഞാനിവിടെ വരുമ്പോൾ എനിക്ക് അത് ഞാൻ അങ്ങേക്കുള്ള ദക്ഷിണ തരുന്നുണ്ടല്ലോ, എല്ലാവരും തരുന്നതിൽ കൂടുതൽ തന്നതാണ്, എനിക്ക് ഭഗവാന്റെ അടുത്ത് കിട്ടുന്നു, അങ്ങ് തരുന്നു എന്നല്ല ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് മാറിയപ്പോൾ നമ്മുടെ വേറെ ചേട്ടൻ, എടാ ചുമ്മാ അടങ്ങിയിട്ടാ, ബ്രാഹ്മണ ശാപം കിട്ടും. ഞാൻ പറഞ്ഞ് ഈ ബ്രാഹ്മണൻ ശവിക്കുന്നെങ്കിൽ അങ്ങ് ശവിക്കട്ടെ, പക്ഷെ പറയാനുള്ളത് ഞാൻ പറയും എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങ് ഇറങ്ങിപ്പോരും. അതാണ് ഞാൻ ചോദിച്ചത്, തെറ്റാണ്, ചെറിയ തെറ്റാണെങ്കിൽ. ബ്രാഹ്മണ ശാപമൊന്നുമില്ല, കാരണം അങ്ങോട്ട് പക്ഷാപനം ചെയ്യും, അപ്പൊ അങ്ങോട്ട് ശാപം കിട്ടും, നമ്മുടെ ശാപം കിട്ടുമൊക്കെ. അങ്ങനെയാണ്. പിന്നെ പക്ഷാപനം ചെയ്യാൻ പാടുണ്ടോ? അമ്പലങ്ങളിൽ ചെന്നാൽ നമ്മൾ എല്ലാവർക്കും കൂടി ചെയ്യണം അല്ലേ? ഇപ്പൊ സാധാരണ അമ്പലങ്ങളിൽ ഒരു 10 രൂപ കൊടുത്ത ചെറിയ ഇലയിൽ തരും, 100 രൂപ കൊടുത്ത വലിയൊരു സൂക്ഷിലയിൽ തരും. അങ്ങനെ ഞാൻ കണ്ടേക്കണത് കേട്ടോ. അതില് അവർക്ക് കിട്ടുന്ന വിഷുവിന്റെ അന്ന് പോയി എവിടെ പോയാലും നമുക്ക് കൈയിട്ടും തരും വിഷുവിന്റെ അന്ന്. അതൊക്കെ അപ്പൊ ഈ പശാഭേദം ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. ഞാൻ പരമാവധി ക്ഷേത്രങ്ങളിൽ പോയാൽ ചെയ്യുന്നത് പുറത്ത് കൊടിമരത്തിന്റെ അടുത്ത് നിന്ന് തൊഴും, ഭഗവാനെ രക്ഷിക്കണേ. ഞാൻ അവിടെ പ്രസാദം ഉണ്ടെങ്കിൽ എടുത്ത് നെറ്റിയിലത്തോട്ട് പോരും. ഞാനിപ്പോൾ ഇന്നും രാവിലെ എടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് വന്ന ആളാണ്. അപ്പോൾ അവിടെ ഒരു 10-15 മിനിറ്റ് കാത്തു നിന്ന് ശാന്തി ഇറങ്ങി വരും, ദക്ഷിണ കൊടുത്ത് അകത്ത് പോയിട്ട് അദ്ദേഹം പുഷ്പാഞ്ജലി നടത്തി പ്രസാദം കൊണ്ട് ഞാൻ അങ്ങനെയല്ല, ഞാൻ ചെല്ലുമ്പോൾ ഭയങ്കര ആചാരപരമായ കാര്യം. ഈ എടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിൽ പോകുന്നതും കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ പോകുന്നതും എനിക്ക് ഒരേ ഫീലാണ്. രണ്ടും വ്യത്യാസമുണ്ട്. കൊട്ടാരക്കരയിൽ ഉണ്ണി ഗണപതിയാണ്, 2 കൊമ്പുകളുള്ള ഉണ്ണി ഗണപതി. ഇപ്പൊ എന്റെ ഫ്രണ്ട് ഉണ്ട് അഡ്വക്കേറ്റ് വിഷ്ണു വിജയൻ, ഇവ സ്ഥിരമായിട്ട് അവിടെ പോകും. പക്ഷെ പുള്ളിയുടെ നെറ്റിയിലെ സിന്ദൂരം ചന്ദനം ഒന്നും കാണില്ല. അവിടെ ആവശ്യം പബ്ലിസിറ്റി ഇല്ലാതെ അവിടെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ വിഷ്ണു എപ്പോഴും എന്നോട് പറയും, രോഹിതൻ നീ പോകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, ഒരു ആപ്പിൾ ഓറഞ്ചോ മേടിച്ചിട്ടുണ്ട്. ഞാൻ ചന്ദിര അത് കൊമ്പിൽ കൊണ്ടുപോയിക്കോളൂ, അത് വേറെ ഐശ്വര്യമാണ്. ഞാൻ ചെയ്യുന്നത് അവിടെ ചെല്ലുമ്പോൾ എടപ്പള്ളിയിലാണ് പോകുന്നതെങ്കിൽ അതിന്റെ മുന്നിൽ തന്നെ നമുക്ക് പൂമാല കിട്ടും. അതിൽ ഞാൻ 2 പൂമാല വാങ്ങും. ഒന്ന് എടപ്പള്ളി ഗണപതിക്കും, ഒന്ന് ഞാൻ അവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ ഓഫീസിലെ ഗണപതിക്കും കൊണ്ടുവന്ന് ചേർത്ത് പോകുന്ന അവസരങ്ങളിൽ. അപ്പൊ നമ്മൾ ശാപങ്ങളിലേക്ക് തിരിച്ചു വരാം. ഈ ശാപങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റുക?